CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയെ എതിർത്ത് CMRL രേഖകൾ വിട്ടു നൽകരുത് എന്ന ആവശ്യം. അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി ഉടൻ വാദം കേൾക്കും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, SFIO എന്തൊക്കെ കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ ആവശ്യത്തെ എതിർക്കുന്നത്? എക്സാലോജിക്ക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട് 134 രേഖകളാണ് ED ചോദിച്ചത്. അതായത് SFIO കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള 134 രേഖകൾ. അതിൽ വീണ തൈക്കണ്ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, CMRLന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എക്സാലോജിക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ടാണ് ED ഹർജി ഫയൽ ചെയ്തത്. ഇന്ന് ആ ഹർജി കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി പരിഗണിച്ചിരുന്നു രാവിലെ തന്നെ. അപ്പോഴാണ് CMRL ഒബ്ജക്ഷൻ ഉയർത്തിയത്. അവർ വ്യക്തമാക്കുന്നത് ഈ ഹർജി നേരത്തെ ഈ കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ രേഖകൾ വിട്ടു നൽകരുത് എന്ന നിലപാടാണ് CMRL സ്വീകരിച്ചത്. പക്ഷേ കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ മറുപടി ഫയൽ ചെയ്യാൻ സാവകാശം വേണം എന്നും കൂടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത്തരത്തിൽ സാവകാശം നൽകാനാവില്ല, ഇന്ന് തന്നെ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുക എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതിൽ പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 CMRLന്റെ അഭിഭാഷകൻ, ഡൽഹിയിലുള്ള അഭിഭാഷകൻ ഓൺലൈനായി ഹാജരാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഉച്ചയ്ക്ക് 2:30 ഈ കേസ് വീണ്ടും പരിഗണിക്കും. EDക്ക് ഇത്തരം രേഖകൾ ലഭ്യമായാൽ മാത്രമേ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പറ്റൂ തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ED മുൻപോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും 2:30 വിശദമായ വാദം നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.